മേ ഐ കമിൻ? ഞാൻ എനിക്ക് അകത്തേക്ക് വരാമോ? ആ താനോ? കയറി വാ. തന്നെ ഞാൻ വിളിപ്പിച്ചത് ഈ പ്രൊജക്റ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് താൻ കഴിഞ്ഞ ദിവസം സബ്മിറ്റ് ചെയ്ത ഇതിൽ കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ട്. ഇതൊന്ന് ശരിയാക്കിയിട്ട് നാളെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ? ഓ ഓക്കെ സാർ, ഞാൻ ചെയ്യാം. എന്നിട്ട് നാളെ സബ്മിറ്റ് ചെയ്തേക്കാമേ. എന്നാൽ ശരി സാർ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സാർ ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതും പറഞ്ഞ് ഹൃത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ വീക്കുട്ടൻ കുറച്ച് നേരം അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് അവനും അതങ്ങ് വിട്ടു. കുറച്ച് സമയത്തിന് ശേഷം അവന് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജിമിനുമായിട്ട് സംസാരിക്കാനായിട്ട് പോയി. നീ എന്താ എന്തൊക്കെയോ കാര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? നീ കാര്യം പറ. എന്താ? എന്തോ സീരിയസ് ആയിട്ട് ഉണ്ട് എന്ന് മനസ്സിലായി. കാര്യം പറ. എടാ, നിനക്ക് അറിഞ്ഞൂടെ പ്രശ്നം? ആ ഹൃത്തി എന്ന് പറയുന്ന കൊച്ചെൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേ. അവർക്ക് എൻ്റെ പ്രശ്നം ഇട്ട് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ഞാൻ പറഞ്ഞോട്ട് കേൾക്കുകയില്ല. ഇനി നീ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ് മടുത്ത്. ഞാനിപ്പോൾ എത്രയും വെച്ചേക്കണമെന്ന് പറയുന്നേ? എൻ്റെ പാസ്റ്റൊക്കെ നിനക്ക് അറിയാമല്ലോ. നീ എങ്ങനെയെങ്കിലും ഒന്ന് പറ. എടാ, നീ ഇങ്ങനെ ആയല്ലോ. നീ കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്ക്. നീ പറഞ്ഞ അവൾ കേൾക്കില്ലേ? നിനക്ക് തന്നെ പറഞ്ഞാൽ എന്താ നിൻ്റെ പ്രശ്നം? അല്ലാതെ ഇതൊരുമാതിരി ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ കൂട്ടാവില്ലേ? കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്ക്. എടാ, അതെ എല്ലാം ശരിയാ. പക്ഷേ എടാ, എനിക്കത് പറ്റത്തില്ല പറയാൻ. എന്തുവാണ് നീ പറഞ്ഞിട്ടാ ഞാനൊരു കോളേജിൽ പ്രൊഫസറായിട്ട് കയറിയത് തന്നെ. അപ്പോൾ അതെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ ജോലി കളഞ്ഞിട്ട് പോകുമ്പോഴാണ്. എന്നെ കൊണ്ടൊന്നും വയ്യ. ആ പെണ്ണിൻ്റെ ശല്യം കാരണം എനിക്കിപ്പോൾ കോളേജിൽ പോലും കയറാൻ പേടിയാ. ഞാൻ ഇതൊക്കെ നിർത്തിയാലോ നല്ലിക്കോ? എനിക്ക് എവിടെ ഒരു സൗകര്യം കിട്ടുന്നില്ല. ദേ, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. എടാ, നിൻ്റെ അവസ്ഥ, നിൻ്റെ കരച്ചിൽ ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് ജോലിക്ക് കയറാനായിട്ട്. കാരണം എടാ, കുറച്ച് സമയം നീ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ ഇച്ചിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. അതിപ്പോൾ എങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇപ്പം അങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല നീ എന്നെ അവിടെ ജോലിക്ക് കയറ്റിയതെന്ന് എനിക്കറിയാം. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. പക്ഷേ എടാ, എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു സമാധാനം വേണ്ടേ അവിടെ? അതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എന്തെങ്കിലും ആട്ടെ, ഞാൻ അവളുടെ അടുത്ത് ഇപ്പോൾ കാര്യം പറഞ്ഞാൽ പോരെ? പറയാം. അങ്ങനെ അവരോരൊന്ന് സംസാരിച്ച് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ഇനി ഞാൻ സ്പീഡിൽ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിയും ജിമിനും ഒരു കോളേജിലെ 2 പ്രൊഫസേഴ്സാണ്. അവരുടെ പേര് അത് തന്നെയാണ്. പക്ഷേ വിയുടെ പേര് വിക്ടർ എന്നാണ് കേട്ടോ. ജിമിൻ്റെ പേര് ജിമിൻ തന്നെയാണ്. വിനെ അവിടെ മീൻ കോളേജിലുള്ള കുട്ടികളെല്ലാം വിളിക്കുന്ന ഹോസ്റ്റലർ എന്നാണ്. പിന്നെ ഉള്ളത് ജെയ്ഹോപ്പിനെ അവിടെയുള്ള എല്ലാവരും ഹോബി എന്നാണ് വിളിക്കുന്നത്. ജെയ്ഹോപ്പ് വീൻ്റെ പുറകെ നടക്കുന്നൊരു പെൺകുട്ടിയാണ്. ജെയ്ഹോബിൻ്റെ ശരിക്കുള്ള പേര് ഹൃദ്യ എന്നാണ്. പിന്നെ ഉള്ളത് ജൂണും ജിന്നും അവിടുത്തെ സ്റ്റുഡൻസാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ക്യാരക്ടേഴ്സ്. അപ്പോൾ എല്ലാവരും മനസ്സിലായില്ലേ? ജൂണും ജിന്നും ഓൾറെഡി കപ്പിൾസാണ്. ഐ മീൻ ആ ഒരു കോളേജിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കപ്പിൾസാണ്. ഹോബി വീൻ്റെ പുറകെ നടക്കുന്നു. ജിമിനും വിയും സിംഗിൾസാണ്. ഏയ് ഹലോ മാഷേ, ഒന്നോടെ നിന്നേ. എന്തൊരു സ്പീഡാണത്! എനിക്ക് കുറച്ച് പൈ പൊക്കൂടെ? എന്തായി? ഞാൻ ചോദിച്ച കാര്യത്തിന് ഇന്നെങ്കിലും എനിക്കൊരു ഉത്തരം കിട്ടുമോ? അതോ ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണോ? താൻ എൻ്റെ പുറകെ വന്ന് ഞാൻ കണ്ടില്ല, അതായിരുന്നു. താനിപ്പോൾ എന്താ ചോദിച്ചേ? അതല്ലേ. എടോ, ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടമല്ല എന്ന്. പിന്നെ താൻ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നേ? എടോ, ലീവ് ഇറ്റ്, അത് വിട്. ഞാൻ തൻ്റെ പ്രൊഫസറാണ്. ഐ മീൻ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന ഒരാളാണ്. എടോ, എൻ്റെ പുറകെ അങ്ങനെ നടക്കുന്ന എനിക്ക് നാണമൊന്നുമില്ല. ഞാനിതിനെ നാണിക്കുന്നത്? എടോ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം, അത് ഞാൻ തൻ്റെ അടുത്ത് അങ്ങ് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങനെ നാണിച്ചിരിക്കുന്ന ടൈപ്പ് ഗേളൊന്നുമല്ല. അതുകൊണ്ടാണ് മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം ഞാനങ്ങ് പറഞ്ഞത്. തനിക്ക് നോയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഞാൻ പുറകെ നടത്തൊന്നും നിർത്താൻ പോകുന്നില്ല. എന്തായാലും തന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. താൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ പോവാ. എന്താണ് മോളൂസേ, ഇത്തവണയും സാറ് നൈസായിട്ട് വലിപ്പിച്ചിട്ട് പോയല്ലേ? തോന്നി, നിപ്പ് കണ്ടപ്പോൾ തോന്നി. അതെന്നത്തെയും പോലെ തന്നെ പോയി. ആരെ വലിപ്പിച്ചിട്ട് പോയിന്ന്?
ആ പൊന്നുമോനെ, ആ ജെന്നിയുടെ കൂടെ അവിടെ എങ്ങാനും പോയിരുന്നേ. പോ എൻ്റെ കൺമുമ്പേ ഒന്ന് പോരുത്. അല്ല പിന്നെ മനുഷ്യനാക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങിക്കണവൻ. ആടി പറ, നീ എന്നെ പറ. ഇനി നീ എന്നെ പറയാനിട്ട പാവല്ലേ, സാറിന്റെ പുറകെ നടക്കുന്നില്ലേ, സാറെന്ന് വെച്ച് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനിപ്പിക്കാൻ വന്നപ്പോ നീ എന്നെ തന്നെ പറയണം. വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാൻ വിചാരിച്ചാ, ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല, പോവില്ലേ. അതിനിപ്പോ നിന്റെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു? ഓ, അല്ലെങ്കിൽ വലിയൊരു സഹായ മനസ്കഥയുള്ള മനുഷ്യൻ പൊക്കോ ഓടുന്നു. എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട. അതെ, പുള്ളിനെ ഞാൻ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുള്ളിനെ വളയ്ക്കാനും അറിയാം. കേട്ടല്ലോ? വേണ്ടെങ്കിൽ വേണ്ട കിടക്കുന്നത്, ഞാൻ പോവാ, എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ നിന്റെ വായിരിക്കുന്ന രാവിലെ കേട്ടുള്ള നീ, ഞാൻ വലിയ നേർച്ചയൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ പോവാ. വഴക്കുണ്ടാക്കണ്ടായിരുന്നു, അവ സഹായിക്കാൻ വന്നതായിരുന്നു. ഇനിയിപ്പോ പോട്ടെ, ഇനിയിപ്പോ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നടുക്കത്തെ കുറച്ച് ഭാഗം ചെയ്യാൻ മടിയായതുകൊണ്ടല്ല, ചെയ്യാനുള്ള കുറച്ച് തടസ്സങ്ങൾ മൂലം. ബാക്കി നിങ്ങൾ മറ്റേ ട്രെയിലറിൽ കണ്ട പോലെയൊക്കെ തന്നെ. ഓക്കെ, അതായത് വീക്കുട്ടൻ വന്ന് കാറിൽ കയറാൻ തുടങ്ങുന്നു, ജൂൺ വന്ന് സംസാരിക്കുന്നു, അവൻ വീട്ടിൽ പോകുന്നു, ഫുൾ അലമ്പാക്കുന്നു. അത് കഴിഞ്ഞ് ഇതൊക്കെ ആലോചിക്കുന്നു, വീണ്ടും തിരിച്ച് പിറ്റേ ദിവസം കോളേജിലേക്ക് വരുന്നു. പിറ്റേ ദിവസം അവൻ വന്ന് ജിമിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, എനിക്ക് കുറച്ച് കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട്. എന്താ സർ, എന്തെങ്കിലും എമർജൻസി ആണോ? ജോണിച്ച, അങ്ങ് നോക്ക്, അത് നമ്മുടെ ഹൃതിയല്ലേ, ഐ മീൻ ഹോബി. നമുക്കങ്ങ് പോയാലോ? അവള് ജിമിൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നേ. വാ, നമുക്ക് പോയി നോക്കാം. അതെല്ലോ, അവരെന്തിപ്പോഴും സംസാരിക്കുന്നേ. ബാ, നമുക്ക് പോയി നോക്കാം. ഹോബി, ലുക്ക്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് നിൻ്റെ അടുത്തൊരു കാര്യം പറയുമ്പോൾ. കാരണം ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് നീ അവൻ്റെ പുറകെ നടക്കുന്നത് ചുമ്മാ തമാശയ്ക്കാണെന്നാണ്. പക്ഷേ എനിക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്, നീ അവൻ്റെ പുറകെ നടക്കുന്നത് ഇത്ര സീരിയസ് ആയിട്ടാണ്. ഇപ്പം നീ അത് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹീസ് ഗേ. എനിക്കറിയാം നീ ഇപ്പം ഇത് വിശ്വസിക്കില്ല എന്ന്, പക്ഷേ ദിസ് ഈസ് ട്രൂ. ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നീ ഇനി അവൻ്റെ പുറകെ നടക്കരുത്. പിന്നെ ജൂണെ, നീ അവൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചില്ലേ അവൻ ഫീൽ ചെയ്തിട്ടുണ്ടോന്ന്? ദ ടേസ്റ്റ് ഓഫ് ലവ് അതവൻ അറിഞ്ഞിട്ടുണ്ട്. അവനൊരു ലവർ ഉണ്ട് ഓൾറെഡി. പക്ഷെ അത് നിങ്ങൾ അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എല്ലാം നിങ്ങൾ അറിയണം. എല്ലാം നിങ്ങൾ അറിയേണ്ട സമയമായി. നിന്നെ ബിൽഡപ്പ് കൊടുക്കാൻ വരട്ടെ, ഇത് നമ്മുടെ കോളേജല്ലേ. മാണ്ടിത്തലേ, ആ ഫ്ലോ എങ്ങ് കളഞ്ഞു. എടാ, നിങ്ങൾ പഠിച്ച കോളേജിൽ തന്നെയാണ് ഞങ്ങളും പഠിച്ചത്. എന്നാ പിന്നെ അങ്ങനെ തെളിച്ച് പറയണം, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. എന്നാ ബാക്കി പറഞ്ഞു, കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഞങ്ങളും ഒരു തവണ വന്നതാ ഈ കോളേജിൽ. ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട്. അതൊക്കെ ഒരു കാലം ഓർക്കുമ്പോൾ തന്നെ നൊസ്റ്റാൾജിയ. അപ്പം അത് പണ്ട്, അതായത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനും നിങ്ങളുടെ ഹോസ്റ്റലറിലെ പുള്ളിയും ഞങ്ങൾ പണ്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ പഠിക്കാൻ വന്ന BA മാത്സ്. ഞങ്ങളിവിടെ ഫസ്റ്റ് ഡേ വന്നതും ഞങ്ങളെ കുറച്ച് പേര് പിടിച്ചിർത്തി. എന്തിനാ? റാഗ് ചെയ്യാൻ. എടാ പട്ടി, അവിടെ കണ്ട പെൺപിള്ളേരെ വായി നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാ. ക്ലാസ്സിൽ കയറേണ്ട ഇപ്പം തന്നെ സമയം ഇത്രയെന്ന് ഓർത്തോണ്ടാ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റായിട്ട്. എൻ്റെ പൊന്നു. പിന്നെ ഒരു ഫസ്റ്റ് ഡേ എന്തായാലും നേരെ കയറി ചെല്ലാൻ പോകുന്ന ഏതെങ്കിലും സീനിയർ ചേട്ടന്മാരുടെ വായിലോട്ടായിരിക്കും. എന്തായാലും അവരുടെ റാങ്കിങ്ങൊക്കെ കൊണ്ട് പയ്യെ കയറിയാൽ മതി ക്ലാസ്സിൽ. അതിൻ്റെ ഒരു സമാധാനമുണ്ട്. ബെസ്റ്റ്. ഞാനിവിടെ സീനിയർ ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും കാണല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമോ. നീ അപ്പം അവരുടെ ഇത് റാങ്കിങ് മേടിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. നീ എന്തായാലും അവരെ കണ്ട് റാങ്കിങ് മേടിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യോ പറയോ ഒക്കെ ചെയ്തിട്ട് വന്നാൽ മതി. ഞാൻ പോവാ ക്ലാസ്. പിള്ളേരെ, നിങ്ങളെ തന്നെ ബാ, ചേട്ടന്മാർ ചോദിക്കട്ടെ. എന്ത് നല്ല ലക്ഷണം. കൺമുമ്പിൽ പെടല്ലേ എന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ആദ്യമേ ബന്ധപ്പെട്ടു. വാടാ ജിമിന്, നമ്മളെ. പിന്നെ ഞാൻ വരാതിരിക്കോ? ദേ വരുക. ഞാൻ പുറകെ ഉണ്ട്, നീ മുമ്പിൽ പൊക്കോ. ന്യൂ അഡ്മിഷൻ ആണോ? ഫസ്റ്റ് ഇയർ. എന്താ പേര് രണ്ടുപേരുടെയും? അത് എൻ്റെ പേര് ജിമിൻ, ഇവൻ്റെ പേര് വിക്ടർ. എന്താടാ ഇവൻ്റെ പേര് പറയാൻ ഇവനറിയില്ലേ? അതെ, ഇവന് ഊമ്മയാണ്. അതെന്താ അവൻ പേര് പറഞ്ഞു തന്നാൽ മാത്രമേ നിനക്ക് അവൻ്റെ പേര് കേൾക്കത്തുള്ളൂ? അയ്യോ ചേട്ടൻ്റെ പിള്ളേരാന്ന് അറിഞ്ഞില്ല. പൊക്കോ, നിങ്ങൾ പൊക്കോ. എൻ്റെ പിള്ളേരെന്നല്ല, അല്ലാതെ നിന്നോടൊക്കെ ഇവിടെ കയറി റാങ്ക് ചെയ്തിരുന്നൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ?
അയ്യോ, നമ്മൾ റാഗ് ചെയ്തതല്ല, നമ്മൾ ചുമ്മാ പരിചയപ്പെട്ടത്. പേര് ചോദിച്ചതാ, അല്ലാതെ നമ്മൾ വേറൊന്നും പറഞ്ഞില്ല. ആണോടാ? ഇവന്മാർ നിങ്ങളുടെ അടുത്ത് അത്രേ ചോദിച്ചോളൂ? ആ, പേര് ചോദിച്ചു, അത്രേ ചോദിച്ചുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനായിരിക്കില്ല നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്, എൻ്റെ കയ്യായിരിക്കും. അനിങ്ങോസിയോ മീൻസ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല രീതിക്ക് മഴയുണ്ട്. അതുകൊണ്ട് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല പണി കിട്ടുമെന്ന് എനിക്കറിയാം. പോരാത്തതിന് വീട്ടുകാരുടെ വകെ എനിക്ക് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡബ് ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും ചുറ്റിന്ന് ഓരോ വോയിസ് കേൾക്കുന്നത്. മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവർ പറയും നിനക്ക് എന്തെങ്കിലും തിന്നാൻ വേണമെങ്കിൽ മതിയെന്ന്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. പിന്നെ പോരാത്തതിന് പ്രകൃതിയുടെ വകയെ നല്ല നല്ല പണികൾ എനിക്ക് കിട്ടുന്നുണ്ട്. മഴ, അതുപോരാത്തതിന് കാക്ക, പട്ടി, പൂച്ച, കുയിൽ എന്ന് വേണ്ട എല്ലാ ജീവികളും എനിക്കിട്ട് പണി തരുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ വന്ന സ്റ്റോറിയുടെ കാര്യമാണ്. സ്റ്റോറി ഇത് വൺ ഷോട്ടായിട്ട് പ്ലാൻ ചെയ്തതാണെങ്കിലും ഇതിൻ്റെ എൻ്റെ ഫോണിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. ഇത് ഞാൻ 3 ഷോട്ട്, അതായത് തീരും എന്ന് വിശ്വസിക്കുന്നു. 3 ഷോട്ടായിട്ട് ചെയ്യാനാണ് പ്ലാൻ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണേ.